ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു യു കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് മുടി രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ആദ്യം ഒരു ബേസ് യു കട്ട് ചെയ്യുന്നു. ഇത് ഞാൻ യു കട്ട് ചെയ്ത് കഴിഞ്ഞതിനാൽ വീണ്ടും ഒന്നും കൂടി ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒന്നും കൂടെ ഞാൻ എങ്ങനെയാ ഈ യു കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. ആദ്യം സെൻറ്ററായിട്ട് നമുക്ക് ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. അത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡ് യു വെട്ടി ഒരേപോലെ ആക്കുന്നത്. ആദ്യം നമ്മൾ ബേസ് കൊടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുടിയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അഴിച്ചിടുന്നു. ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സെൻറ്റർ മുടിയെടുത്ത് അതിനോട് ചേർത്ത് എക്സ്ട്രാ ആയിട്ടുള്ള മുടികൾ നമ്മൾ കട്ട് ചെയ്ത് യുവിൻ്റെ കൂട്ടത്തിൽ ഒരുപോലെ ആക്കുന്നു. ഇനി അടുത്ത സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ ഡീപ്പായിട്ടൊരു യു അവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ കുറച്ച് മുടിയെടുത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിരുന്നാൽ നമ്മുടെ മുഖത്തിന് ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മളുടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ യു ഇതേപോലെ വെട്ടിയിട്ടത് കൊണ്ട് നമുക്ക് വേറെ ഏത് ഹെയർ സ്റ്റൈൽ ഇതിൽ ചെയ്യാൻ പറ്റും. മുടി അഴിച്ചിട്ടാൽ മുഖത്തിന് നല്ല ഭംഗിയും കിട്ടും. അതേപോലെ പോണി ചെയ്യാനായാലും ഒക്കെ ഇങ്ങനെ യു കട്ട് ചെയ്താൽ നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണം ചെയ്യാൻ പറ്റും. ഇതേപോലെ ഉയർത്തിയെടുത്ത് ക്ലിപ്പിടാനും പറ്റും, പോണി ചെയ്യാനും പറ്റും.
ഇപ്പം തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയും. മുഖത്തിന് നല്ലൊരു ചേഞ്ച് ഈ ഹെയർ കട്ട് മുഖാന്തരം നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്തിടുകയോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഒന്നുകിൽ ഇതുപോലെ അഴിച്ചിടാൻ പറ്റും, അല്ലെങ്കിൽ പോണി ചെയ്യാൻ പറ്റും. ഫ്രണ്ട് സൈഡ് ഇതുപോലെ ഷോർട്ട് ആക്കിയതുകൊണ്ട് മുഖത്തിന് തന്നെ നമുക്കൊരു ചേഞ്ച് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഡീപ്പായിട്ട് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും നമുക്കിതുപോലെ ഷോർട്ടായിട്ട് മുടി കട്ട് ചെയ്തിട്ടാൽ ഏത് രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.